പ്രശാന്തസുന്ദരമായ ഒരു വൈകുന്നേരം പൂച്ചപ്പുരയിൽ റൂബിയുടെ കുട്ടികളും കൂട്ടുകാരൻ പാച്ചുപൂച്ചയും സുഖനിദ്രയിൽ. പക്ഷേ എന്തോ ശബ്ദം കേട്ട് അവർ ഞെട്ടിയുണർന്നിരിക്കുകയാണ്. കൊടുന്നനെ അത് അവിടേക്ക് റൂബി പാഞ്ഞു വരുന്നു. പുറകെ ഒരു വലിയ കൊന്നം പൂച്ചയും, ആക്രമണകാരി. അവനങ്ങനെ പരിസരം വീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പേടിച്ചരണ്ട പാച്ചു കസേരയിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് അവനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. എന്തും സംഭവിക്കാവുന്ന ഉദ്വേഗജനകമായ നിമിഷങ്ങൾ. പാച്ചുവിനെ വിലയിരുത്തിയ ശേഷം ഇവനെ പിന്നെ നോക്കാം എന്നുള്ള ഭാവത്തിൽ അടിവെച്ച് കുഞ്ഞിപ്പൂച്ചകളുടെ അടുത്തേക്ക് നടക്കുന്ന കണ്ടൻ. അകത്താരൊക്കെയുണ്ട് സസൂക്ഷ്മം വീക്ഷിക്കുന്ന കണ്ടം പൂച്ച. പക്ഷേ അപ്പോൾ അവൻ മനസ്സുമാറ്റി. ആദ്യം പാച്ചുവിനെ തട്ടാം. പരിചയസമ്പന്നനായ ഒരു ഗുണ്ടയെപ്പോലെ പാച്ചുവിനെ തന്നെ തുറിച്ചു നോക്കുന്ന കണ്ടനെ കണ്ട് പേടിച്ചരണ്ട് നിൽക്കുന്ന പാച്ചു. പക്ഷേ എന്നാലും സ്വയരക്ഷയ്ക്കൊന്ന് പോരാടിക്കളയുവാൻ തീരുമാനിച്ച് മുതുകു വളച്ച് യുദ്ധസജ്ജനായി കഴിഞ്ഞിരിക്കുന്ന പാച്ചു. മുന്നിലൂടെ വേണ്ട, വശത്തുകൂടെയായാലോ ആക്രമണം എന്ന് ചിന്തിച്ച് ആക്രമണത്തിന് തയ്യാറെടുത്ത് മെല്ലെ വളരെ ആത്മവിശ്വാസത്തോടെ ചുറ്റി നടക്കുന്ന കണ്ടൻ. അതെ, ആക്രമണത്തിൻ്റെ രീതി അവൻ തിരഞ്ഞെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ആക്രമണം ഇപ്പം തുടങ്ങും. പാവം പാച്ചു എന്ത് സംഭവിക്കുമെന്നറിയില്ല. അതാ റൂബിയുടെ പോരാട്ട വീര്യം നിങ്ങൾ കാണുകയാണ്. സ്വന്തം മക്കളുടെ കൂട്ടുകാരനെ ആക്രമിക്കുവാൻ ശ്രമിച്ച മഞ്ഞപ്പൂച്ചയെ പെട്ടെന്നുള്ള ആക്രമണത്തിൽ അവൾ നിഷ്ക്രിയനാക്കിയിരിക്കുന്നു. പക്ഷേ പെട്ടെന്നൊന്ന് പകച്ചു പോയെങ്കിലും റൂബിയെ നേരിടുവാൻ തന്നെ ഉറച്ചവൻ അവൾ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് മുകളിലത്തെ ബഹളമൊക്കെ കേട്ട് ഇരുകാലികൾ അങ്ങോട്ട് കയറി ചെല്ലുന്നത്. ഇരുകാലികളെ കണ്ട പൂച്ച, ആക്രമണകാരി പൂച്ച അവിടെയെല്ലാം ഓടി രക്ഷപ്പെടുവാനുള്ള ശ്രമത്തിലാണ്. രക്ഷകർത്താവിനെ കണ്ട ആവേശത്തിൽ റൂബിയും അതിനു പുറകെ കൂടി അവനെ തുരത്തി ഓടിച്ചു. അങ്ങനെ വീണ്ടും പൂച്ചപ്പുര ശാന്തം.